നമസ്കാരം. ഇന്നലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. 24 ന്യൂസ് എന്ന് പറയുന്ന ചാനലിലെ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന അവതാരകനുമായി അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ അത് കേരളത്തിൽ ചർച്ചയായിരിക്കുകയാണ്. 2 മണിക്കൂറിനുള്ളിൽ 1.5 ലക്ഷം പേരാണ് അത് കണ്ടത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പല കാര്യങ്ങളും തുറന്നു പറയുകയാണ്. കേസുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു ഇന്റർവ്യൂ നടത്തുന്നത്. ഞെട്ടിക്കുന്നതായിരുന്നു പല അഭിപ്രായ പ്രകടനങ്ങളും. അതിൽ കേൾക്കുന്നവരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശമുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതിനെക്കുറിച്ച് ഹാഷ്മി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു നിമിഷമാണത്. ഇനി ജീവിതകാലം മുഴുവൻ കോൺഗ്രസിലേക്ക് പ്രവേശനമില്ല, കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കാൻ കഴിയില്ലോ എന്നുള്ള മറുപടി അതൊരു ഒന്നൊന്നര മറുപടിയായിരുന്നു. ഹാഷ്മി പലപ്പോഴും ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് പറയാനൊരു അവസരം തരൂ. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞില്ലേ, മാധ്യമങ്ങളല്ലേ എന്നെ വിധി എഴുതിക്കൊണ്ടിരുന്നത്, മാധ്യമങ്ങളല്ലേ എനിക്ക് വേണ്ടി ജഡ്ജ്മെൻറ്റ് നടത്തിയത്, അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു പറയുകയാണ്. അതിനിടയിൽ ഹാഷ്മി ചോദിക്കുന്നു, വി ഡി സതീശൻ നിങ്ങൾക്ക് പാര വെച്ചു, എന്തിന് വി ഡി സതീശൻ എനിക്കെതിരെ പാര വെക്കണം, എന്തിനു വേണ്ടി ഞാൻ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ എനിക്കെതിരെ പാര വെക്കണം, നിങ്ങളിങ്ങനെ ഇല്ലാ വാർത്തകളൊന്നും ഉണ്ടാക്കരുത്, ചമയ്ക്കരുത് എന്ന് പറഞ്ഞ് അതിനും കൃത്യമായ മറുപടി കൊടുത്തു. എന്നാൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന മറുപടികളായിരുന്നു ഏറ്റവും പ്രധാനം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരെടുത്ത് പറയാണ്, റിനി ആൻഡ് ജോർജ്. എനിക്കെതിരെ പേര് പറയാതെ ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്ത റിനി ആൻഡ് ജോർജ് പരിചയപ്പെട്ട ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ സെക്സ് മെസ്സേജ് അയച്ചു, വൃത്തികെട്ട മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്, എൻ്റെ കയ്യിൽ ചാറ്റുകളെല്ലാം ഉണ്ട്. ഈ പരിചയപ്പെട്ടു 24 മണിക്കൂറിന് ശേഷം സെക്സ് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന വ്യക്തി പിന്നീടും മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ വിളിക്കുകയാണ്, എൻ്റെ അമ്മയ്ക്കൊന്ന് സംസാരിക്കണം, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യൂ. ഫോൺ കൊടുക്കാൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മയോട് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറയുന്നു. അമ്മ സന്തോഷത്തോടെ ഫോൺ തിരിച്ച് റിനിക്ക് കൊടുക്കുന്നു. ആ സംസാരിച്ച വ്യക്തിയാണോ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ സെക്സ് മെസ്സേജ് അയച്ചു, അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞ ആൾ പിന്നീട് മാസങ്ങൾക്കപ്പുറം അമ്മയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറയുന്നത്? ഹാഷ്മിക്ക് മറുപടിയൊന്നും ഉണ്ടായില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിനി ആൻഡ് ജോർജ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, അവനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവൾ പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് രാഹുലിനെ, അതുകൊണ്ടൊന്ന് സംസാരിക്കുമോ എന്നാണ് ചോദിച്ചത്. ആ ഇഷ്ടമെന്ന് പറയുന്നത്, നമ്മൾ ഇതൊരു പഴയ കാലഘട്ടത്തിലെ ചിന്തയാണെങ്കിലും ആ ഇഷ്ടപ്പെടുന്ന പുരുഷനെ കൊണ്ട് അമ്മയോട് സംസാരിപ്പിക്കുക പെൺകുട്ടികളൊരു തന്ത്രമാണ്. അമ്മയെ ഇഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളിൽ ഈസി ആവുമല്ലോ. അതായിരിക്കണം റിനി ആൻഡ് ജോർജിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഹണി ഭാസ്കർ എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു സൈബർ പോരാളി അവരുന്നയിച്ച ആരോപണത്തെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പ്രധാനമായും പറഞ്ഞത് ഇരകളുടെ കാര്യം സംസാരിച്ചിട്ടില്ല. കാരണം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന തെളിവുകളുമായി ഞാൻ പുറത്തു വരും, ഞാൻ ഒളിച്ചു പോവില്ല. അപ്പോൾ ഹാഷ്മി ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്, അറസ്റ്റ് പേടിച്ച് ഒളിവിൽ പോയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനും കൃത്യമായ മറുപടിയുണ്ട്. ഈ കേസിൽ ഞാൻ ജയിലിലാവില്ല എന്നെനിക്കൊരു വാശിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 2 കേസിലും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചത്. പക്ഷേ മൂന്നാമതൊരു കള്ളക്കേസ് ഉണ്ടാക്കി ഞാൻ പോലും അറിയുന്നതിന് മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്തു. അതും നിയമപരമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെതിരെയും നേരിടും. KPCC സംസ്കാര സാഹിതിയുടെ ജനറൽ സെക്രട്ടറിയായ ഷഹനാസിനെ കുറിച്ചാണ് ഹാഷ്മി ചോദിച്ചത്. ഷഹനാസിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, കർഷക സമരത്തിന് ഡൽഹി പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് 2 പേർക്കും തനിച്ചു പോകാമെന്ന് പറഞ്ഞു. അത്രയും വൃത്തികെട്ടവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഷഹനാസ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. വീണ്ടും ഷഹനാസ് പറയുന്നുണ്ട്, അവനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഷാഫിയോട് പറഞ്ഞിരുന്നുവെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, അത് ഷാഫിയോട് ചോദിക്കണം, എനിക്കറിയില്ല, ഷാഫി എന്നോട് പറഞ്ഞിട്ടുമില്ല. പിന്നീട് ഷഹനാസിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചത്, ഈ വിഷയമുണ്ടായി ആദ്യത്തെ വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോൾ നീ ഡിഫമേഷന് കേസ് കൊടുക്കണമെന്ന് ഷഹനാസ് പറഞ്ഞത്. ഇതൊന്നുമല്ലാതെ ഷഹനാസിന്റെ ഉടമസ്ഥയിലുള്ള മാക്ബത്ത് ആപ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ദുബായിലേക്ക് ക്ഷണിച്ചത്. എങ്ങനെ ഡൽഹിയിലേക്ക് നമുക്ക് തനിച്ചു പോകാമെന്ന് പറഞ്ഞ ഒരാളെ അങ്ങനെ ദുബായിലേക്ക് ക്ഷണിക്കുമോ? ഷഹനാസ് മറുപടി പറയണം. ഇവിടെ ഞാൻ കൃത്യമായി പറയുകയാണ്, റിനി ആൻഡ് ജോർജ് തലയിൽ മുണ്ടിട്ട് ഓടി ഒളിക്കരുത്, ഷഹനാസും ഓടി ഒളിക്കരുത്, കൃത്യമായ മറുപടി പറയണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പിന്നിൽ ആരായിരുന്നു? നിങ്ങളുടെ ഗൂഢ ഉദ്ദേശം എന്തായിരുന്നു? ആ ചെറുപ്പക്കാരനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ പിന്നിൽ ആരായിരുന്നു? നിങ്ങളെ അതിനുവേണ്ടി നിയോഗിച്ചത് ആരാണ്? പറയണം. ആ ചെറുപ്പക്കാരൻ്റെ ആ മാധ്യമത്തിലെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അയാൾ പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യയിലെ നിയമത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല, എനിക്കത് ഉറപ്പുണ്ട് എന്ന്. എന്നാൽ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അത് ധാർമ്മികതയുടെ പ്രശ്നം. ധാർമ്മിക മൂല്യങ്ങളിൽ വില കൊടുക്കാത്ത ഒരാൾക്ക് അത് തെറ്റായി തോന്നില്ല. അദ്ദേഹം MLA ആയിരുന്നു, അക്കാര്യങ്ങളിലൊക്കെ ഒരു വില കൊടുക്കേണ്ടതായിരുന്നു എന്ന് ഞാനിപ്പോഴും ഉറപ്പിച്ച് പറയുമ്പോഴും
അദ്ദേഹത്തിൻ്റെ മറുപടി ശക്തമാണ്. ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അതീതമായി ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റക്കാരനല്ല. പിന്നെ എന്തുകൊണ്ടാണ് പാർട്ടി പുറത്താക്കിയത്, പാർട്ടിയിൽ അച്ചടക്ക നടപടി എടുത്തത്? അതിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. പാർട്ടിക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടായി, ഞാൻ മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായിരിക്കും. കോൺഗ്രസിന്റെ ആശയം എൻ്റെ ഉള്ളിൽ നിന്നും മാറ്റാൻ കഴിയില്ല. എന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കോട്ടെ, ജീവിതകാലം മുഴുവൻ എനിക്ക് MLA ആവണമെന്നോ മത്സരിക്കണമെന്നോ ആഗ്രഹമില്ല. പിന്നെ ഹാഷ്മി ചോദിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കുന്നു? അത് ഞാൻ പറയേണ്ട കാര്യമല്ല. ഇപ്പോഴും മനസ്സ് തുറന്ന് സ്വീകരിക്കുന്ന ജനങ്ങളുണ്ടത്രേ. ഈ ഇന്റർവ്യൂ നടക്കുന്ന അന്ന് രാവിലെ ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു അമ്മ വന്ന് കെട്ടിപ്പിടിച്ചു. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർ നേർന്നിട്ടുള്ള വഴിപാടുകൾ, രാഹുൽ പറയുന്നത് ആ വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കണമെങ്കിൽ എനിക്ക് ഈ ജന്മം പോരാ എന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാഹുൽ പറഞ്ഞു. പക്ഷെ രാഹുലിന്റെ ആ ഇന്റർവ്യൂ ഒരു കാര്യം അടയാളപ്പെടുത്തുന്നുണ്ട്, ഞാൻ ശക്തമായി സമൂഹത്തിലേക്ക് വരും. ഇതുപോലെ കള്ളപ്പരാതികൾ കൊടുത്തുകൊണ്ട്, വ്യാജ പരാതികൾ കൊടുത്തുകൊണ്ട് പുരുഷന്മാരെ തകർക്കാൻ നടക്കുന്ന സ്ത്രീകളെ വെളിച്ചത്ത് കൊണ്ടുവരും, അവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കുമെന്ന്. ഹാഷ്മി ചോദിക്കുന്നു, എല്ലാ സ്ത്രീകളും ഒരുപോലെ പരാതി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഉടനെ രാഹുൽ പറയാണ്, അതിൽ തന്നെ വ്യാജ പരാതി എന്ന് മനസ്സിലാവുമല്ലോ. വ്യാജപരാതി എന്ന് ഹാഷ്മി കേട്ടിട്ടില്ലേ? എല്ലാ പരാതികളും സത്യമാണ് എന്നാണോ ഹാഷ്മി വിചാരിക്കുന്നത്? നിങ്ങളൊരു സൈക്കോപാത്താണെന്ന് സ്ത്രീകൾ പറയുന്നു, അത് വ്യാജമായിക്കൂടെ? ഞാനൊരു സ്ത്രീയെ പോലും ബാഡ് ടച്ച് നടത്തിയിട്ടില്ല, അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തെ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ ഇന്ന് അതിജീവിതമാരും ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഹീറോയിനാവാൻ തുടങ്ങിയവരും ശ്രമിച്ചവരുമൊക്കെ ഇപ്പോൾ കൈകാലുകൾ വിറക്കുകയാണ്. ഞാനിവരെ വെല്ലുവിളിക്കുകയാണ്. റിനി ആൻ ജോർജും ഷഹനാസുമെങ്കിലും കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് മറുപടി പറയണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തുറന്നു പറയൂ. കാനഡയിൽ ഇരുന്ന് പരാതി കൊടുത്ത അതിജീവിതയെക്കുറിച്ച് രാഹുൽ പറയുകയാണ്, അവരെനിക്ക് ₹1 എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നതായിട്ട് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പ്രായച്ചിത്തം ഞാൻ ചെയ്യാം. ഞാൻ എൻ്റെ പണം കൊടുത്താണ് ചെരുപ്പ് മേടിച്ചത്. അവരെ ഞാൻ ആദ്യ കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്തു, തുപ്പി മുഖത്തടിച്ചു എന്നല്ലേ പറയുന്നത്. അവർ തന്നെ അയച്ച ചാറ്റ് ഫെനി നൈനാൻ പുറത്തുവിട്ടിരുന്നു. രാഹുലിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പാലക്കാട് ഫ്ലാറ്റിൽ കഴിയുന്നതാണ് ഏറ്റവും സേഫ്, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് ഫെനി നൈനാനോട് ഇവർ പറഞ്ഞതിൻ്റെ ചാറ്റ് രാഹുൽ പറയുകയാണ്, എൻ്റെ ഫോണിൽ കിടക്കുകയാണ് ആ ചാറ്റ്. അപ്പോൾ ആ ഫ്ലാറ്റിൽ സേഫാണ് ഞാനും രാഹുലും തനിച്ചുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം ഞാൻ ഇത്രയും ക്രൂരത കാണിച്ചെങ്കിൽ അവരതിന് സമ്മതിക്കുമോ? ഹാഷ്മിക്ക് മറുപടി ഉണ്ടായില്ല. ഹാഷ്മിയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം കൊടുത്തു. പല ചോദ്യങ്ങളും അർത്ഥശൂന്യമായിരുന്നു. ഹാഷ്മി നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും ചില ചോദ്യങ്ങൾ ചോദിച്ചു. അത് മാധ്യമപ്രവർത്തകരുടെ പ്രത്യേകതയാണ്. പക്ഷേ അതിനൊക്കെ കൃത്യമായി രാഹുൽ മറുപടി പറഞ്ഞു. എന്തായാലും രാഹുൽ, നിങ്ങൾ അതിജീവിതമാർക്കെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ വ്യാജ പരാതിയുമായി വന്ന, പേരുണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ചില നടിമാരും ചില രാഷ്ട്രീയ പ്രവർത്തകരും, ആ സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുത്ത മറുപടി അത്യുജ്വലമാണ്. രാഹുലിന് മറുപടിയുമായി ആ സ്ത്രീകൾ രംഗത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാ തെളിവുകളും രാഹുലിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, റിനി ആൻ ജോർജും ഷഹനാസും മറുപടി പറയുമോ എന്ന്. ഇനി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാലും അത് തെളിയിക്കാനുള്ള തെളിവുകളെല്ലാം രാഹുലിൻ്റെ കൈവശമുണ്ടത്രേ. എന്തായാലും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള, ഈ സമൂഹത്തിന് ചർച്ച ചെയ്യാനുള്ള ഒരു അത്യുഗ്രൻ ഇൻ്റർവ്യൂ ആയിരുന്നു 24 ന്യൂസിൽ രാഹുൽ മാങ്കൂട്ടവും ഹാഷ്മിയും നടത്തിയത്. ഇനിയും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് വീഡിയോകൾ ഇനിയും ചെയ്യേണ്ടി വന്നേക്കാം. താങ്ക് യു.